ഹാപ്പി ത്രൂ ഔട്ട് മൂവിയിലും ഉണ്ട്. പിന്നെ അടുത്തിരുന്ന് കാണാൻ പറ്റി. അടിപൊളി നല്ലൊരു കോമഡി. കാണാൻ വരുന്നതിന് മുന്നേ എന്തെങ്കിലും പറഞ്ഞിരുന്നോ പടം ഇന്ന രീതി? നല്ല പടമാണ്. ബുജിതൊരു ഹിന്റ് തന്നിരുന്നു. ബുജിത ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ബുജിതയ്ക്ക് അതിനെക്കുറിച്ച് തോന്നിയ ഒരു ഐഡിയ തന്നിരുന്നു. ഇതാണ് അഡൽ കണ്ടന്റ് നല്ല ഉള്ളൊരു സിനിമയാണ്, അല്ലെങ്കിൽ അഡൽ കോമഡി ഒരുപാട് ഉള്ളൊരു സിനിമയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡിയ തന്നു. അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുന്നല്ലേ? എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ മാത്രമല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പക്ക എ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഇപ്പോൾ ഇത് വയലൻസ് അല്ലെങ്കിൽ സെൻസിറ്റീവ് കണ്ടന്റ് അല്ലെങ്കിൽ അഡൽ കണ്ടന്റ് ആണ്. സോ സ്പാ ഫിലിമിൽ അഡൽ കണ്ടന്റിനാണ് കിട്ടിയത് എന്നുള്ളത്. പക്ഷേ ദിസ് ഇസ് മോർ ഓഫ് അഡൽ കോമഡി, അല്ലെങ്കിൽ അല്ലാതെ അഡൽട്ട് വിഷ്വൽസ് അല്ല. അതിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഡബിൾ മീനിങ് തമാശകളുടെ ഒരു എക്സ്ട്രീം ഫോം പക്ഷേ അതിനൊരു വേറെ എനിക്ക് ബ്രിഡ് ഷൈൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ സംഭവമല്ല, കുറച്ച് അതിനൊരു ഡെപ്ത് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു സാധനം, ഒരു റിഫൈൻഡ് എൻ്റർടൈനിങ് ആയിരുന്നു. ഇനി ഇതിനൊരു സബ് ടെക്സ്റ്റും ഇതിന് ഒരു ഭയങ്കര ഡീപ്പ് മീനിങ് ഒക്കെ കാണണമെങ്കിൽ അതിനുള്ള പോസിബിലിറ്റിയും അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് പോകുമല്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ഡീപ്പർ എന്ന് പറയുന്ന ഒരു സ്പേസും കൂടെ അതിനകത്തുണ്ട്. പല പല സ്വഭാവമുള്ള, എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു സ്റ്റോറി എന്നുള്ളതിനേക്കാൾ സമൂഹത്തിൽ പല കഥാപാത്രങ്ങൾ, പല ക്യാരക്ടേഴ്സ് ഈ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിൻ്റെ. സോ ഓരോ ആൾ വരുമ്പോഴും ഈ ക്യാരക്ടർ ഇനി എന്താണ് എന്നുള്ളതായിരുന്നു. ആസ് എൻ ആക്ടർ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതായിരുന്നു. ലൈക്ക് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഓരോ ആൾ വരുമ്പോഴും അയാളുടെ സ്വഭാവ സവിശേഷത എന്തായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്പേസ്. താങ്ക് യു.